അപ്പം നമ്മുടെ മനസ്സിലെ പെയിൻ കളയാൻ വേണ്ടി ബോധമനസ്സിൽ ഉപയോഗപ്പെടുത്തിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട്, ആവശ്യമുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചില വേർഡ്സുകൾ ഉപയോഗിച്ച്, അൽഫാദുകൾ, വാക്കുകൾ ഉപയോഗിച്ച് മൈൻഡ് അതിൽ വന്ന വിഷമങ്ങളെ കളയുന്ന ഒരു മെത്തേഡിനാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റൈല് പോലും ഇസ്ലാം നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്താ? രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാ, രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാ. ഇപ്പം നമ്മൾ പലപ്പോഴും പോസിറ്റീവ് സൈക്കോളജി സൈഡിൽ നിന്ന് കേസുകൾ ഡീൽ ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു OCD കൈകാര്യം ചെയ്യുകയാണ്. കുറച്ചു മുമ്പ് ഒരു ഫാമിലി, ഒരു ഉസ്താദും ഫാമിലിയുമാണ്. അവർ വന്നു, കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അതായത് രണ്ടാളും തമ്മിൽ ഭയങ്കര ആശങ്ക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ വൈഫ് പറയുന്നു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചേ, നിങ്ങൾ എന്നിട്ട് വേറെ കല്യാണമൊക്കെ കഴിച്ച് മര്യാദയ്ക്ക് ജീവിച്ചോ. അതേ വൈഫ് തന്നെ മറ്റു ചില സമയത്ത് ഭയങ്കര ആശങ്ക. എന്താ? എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കുമോ? ഒരു സമയം ഇതേ ആളെന്നെ എന്ത് പറയുന്നു? നിങ്ങൾ എന്നെ ഉപേക്ഷിക്കാൻ പറയുന്നു. മറുസമയത്ത് മറ്റു ചില സമയത്ത് ഇയാൾ എന്നെ ഉപേക്ഷിക്കുമോ എന്ന് ഭയപ്പെടുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് ആകെ ഡിസോർഡറാണ്. ഇയാൾക്കും മനസ്സിലാകുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഈ കക്ഷിക്കും മനസ്സിലാകുന്നില്ല, വൈഫിനും മനസ്സിലാകുന്നില്ല. ഞാനിങ്ങനെ ഇവരെ കേട്ടതിന് ശേഷം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ലൈഫിൽ വേറെ എവിടെയെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ട്, നിങ്ങളൊന്നുകൂടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട്. എന്താ? കുറച്ച് സമയം അധികം എടുക്കും ഒതു എടുക്കാൻ. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഒതു എടുക്കാൻ 3-4 മണിക്കൂർ പിടിക്കും. ഇല്ല, കുറച്ച് സമയം. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. ഒരു ദിവസം ഞാൻ ജുമയ്ക്ക് ഖുതുബ ഓതാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരാൾ എൻ്റെ റൂമിൽ നിന്ന് വുളു എടുക്കാൻ കയറി ബാത്റൂമിൽ. ആകെ കുറഞ്ഞ സമയം ബാക്കിയുള്ളത്. ഇയാൾ പൈപ്പ് തുറന്ന് വുളു എടുക്കാൻ തുടങ്ങി. വുളുവിൻ്റെ ഫറല്, വുളുവിൻ്റെ ഫറല്, വുളുവിൻ്റെ ഫറല് 10-18 തവണ എണ്ണിയപ്പോൾ ഞാൻ വാതിൽ മുട്ടിയിട്ട് അയാളോട് പറഞ്ഞു, തൽക്കാലം നിങ്ങളൊന്ന് ഇറങ്ങിയിട്ട് ഞാൻ വുളു എടുക്കുക, എന്നിട്ടെടുത്തു നിങ്ങൾ. കാരണം ടാങ്കിൽ വെള്ളം തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയില്ലേ. ജുമ കഴിഞ്ഞിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ മൂപ്പരോട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വുളുവിൻ്റെ ഫറല് 18 തവണ പറഞ്ഞിട്ട് ശരിയാത്തപ്പോഴാണ് ഞാൻ നിങ്ങളെ വിളിച്ചിറക്കിയത്, നിങ്ങൾ എന്തിനങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, വുളുവിൻ്റെ ഹംസ ശരിയാകാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, വുളുവിൻ്റെ ഫറല് അത് പറയൽ സുന്നത്തല്ലേ? പറയുന്ന നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ് കരുതലല്ലേ? പറയൽ സുന്നത്തല്ലേ? പറയാൻ വേണ്ടി ഇങ്ങനെ പൈപ്പ് തുറന്ന ഇത് ഹറാമാ. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വിഷയം എവിടെയെന്നറിയോ? ഈ പ്രശ്നമുള്ള ആൾക്കാർക്ക് അതിങ്ങനെ 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾക്കിത് മാറും. നിങ്ങൾ ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ചെയ്യണം. എന്നിട്ടൊരു 4 ആഴ്ച കണ്ടിന്യൂ ചെയ്താൽ ഇൻഷാ അല്ലാ അടുത്ത CBTയിലേക്ക് പോകാം. അപ്പോൾ 1-ാമത്തെ ആഴ്ച ഇവർ ചെയ്തില്ല. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങളൊരു ദിവസം, എല്ലാ ദിവസവും അവരോട് ഞാൻ ചെയ്യാൻ പറഞ്ഞ റൂട്ട്, ഒരു നല്ല പുസ്തകം, നോട്ട്ബുക്ക് വാങ്ങുക, നല്ലൊരു പേന. ആ നോട്ട്ബുക്കിൽ എല്ലാ ദിവസവും ഡേറ്റ് ഇട്ടിട്ടൊരു 33 അനുഗ്രഹങ്ങൾ എഴുതണം. എഴുതിയ അനുഗ്രഹങ്ങൾ വായിച്ചിട്ട് അതിന് ഹംദ് പറയണം. അപ്പോൾ ഇയാളിങ്ങനെ ചിന്തിച്ചു, ഞാനിങ്ങനെ 33 അനുഗ്രഹം എഴുതി വായിച്ച് ഹംദ് പറഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ ഈ പ്രശ്നം മാറുക? ഇവർ ചെയ്തില്ല. 2-ാമത്തെ ആഴ്ച വന്നു, ചെയ്തോ? ആന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ 1-ാമത്തെ ദിവസം ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താ? അപ്പോൾ അവരിങ്ങനെ തപ്പി പറയാൻ തുടങ്ങി. അത് പറയുമ്പോൾ എനിക്കറിയാം, അതായത് ഒരാളുടെ സൗണ്ട് മോഡുലേഷൻ മാറിയാൽ അപ്പം അറിയാം അയാൾ പറയുന്നത് സത്യമാണോ കളവാണോ. അപ്പം ഞാനൊന്ന് ചിരിച്ചു. അതായത് നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ശരിയല്ല എന്നവർക്ക് മനസ്സിലാകാൻ. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഉസ്താദേ ഇതുവരെ ഒറ്റ ദിവസവും ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നതിൻ്റെ മുമ്പ് അറിയാം. നിങ്ങളിത് ചെയ്യാൻ സന്നദ്ധമാണോ? റിസൾട്ട് ഉണ്ടാകും. ഇല്ലേ? നിങ്ങൾ ഏതെങ്കിലും അല്ലാത്ത നല്ല കൗൺസിലേഴ്സിൻ്റെ അടുത്ത് നീ പോകണം. ഇതല്ലാത്ത വഴികളൊക്കെ ഉണ്ട് മാറാൻ. 3-ാമത്തെ ആഴ്ച എല്ലാറ്റിനും മാറ്റം വന്നു. എവിടെയാണ് തുടങ്ങിയത്? അൽഹംദുലില്ലാ പറയാൻ. ഇപ്പം ഞാൻ പറഞ്ഞത്
ലൈഫ് സ്റ്റൈലായിട്ട് എന്തു വേണം? ഗ്രാറ്റിറ്റ്യൂഡുള്ള ലൈഫ് വേണം. ഗ്രാറ്റിറ്റ്യൂഡുള്ള ലൈഫ് എവിടെയാ? എല്ലാറ്റിനും ഗ്രാറ്റിറ്റ്യൂഡ് വേണം, എല്ലാവരോടും വേണം. ഉദാഹരണത്തിന്, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ മക്കളോട് താങ്ക്സ് അല്ലെങ്കിൽ ജസാക്കല്ലാ അങ്ങനെ പറഞ്ഞത് ഓർമ്മയുണ്ട്? നിങ്ങൾക്കൊരു 48 മണിക്കൂറിനിടയിൽ ഉണ്ടോ? പറഞ്ഞ ആരെങ്കിലും ഉണ്ട്? താങ്ക്സ് ആയുക മാഷാ അല്ലാ. ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇതുള്ളവർക്ക് ധന്യമായിരിക്കും ജീവിതം. നിങ്ങൾ സ്വന്തം മക്കളോട്, ഭർത്താവിനോട് ജസാക്കല്ലാ, താങ്ക്സ്, ഈ ഒരു പദപ്രയോഗം പറയാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? മറ്റൊന്ന് സെയിം ആണ് സോറി, അപ്പോളജീസ്, സോറി. മക്കളോട്, ഹസ്ബൻഡിനോട് നിങ്ങൾക്ക് സോറി പറയാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങളൊക്കെ ലൈഫ് കളർഫുൾ ആയിരിക്കും. ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം ഇത് പറയുമ്പോൾ, എന്തിനാണ് ഈ നന്ദി? നന്ദി എന്ന് പറയുന്നത് അത് ഒരാളുടെ ലൈഫ് സ്റ്റൈലാണ്. അതുപോലെ സോറി എന്ന് പറയുന്നത് ഒരാളുടെ മൂല്യമാണ്. സോറി എന്ന് പറയുന്നത് ഒരാളുടെ മൂല്യമാണ്. അല്ലാതെ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന അർത്ഥമല്ല സോറിയുടേത്. മറിച്ച് നമ്മുടെ മൂല്യം പ്രകടിപ്പിക്കാനുള്ള വഴിയാണ് സോറി. അതായത് ഇപ്പം നമ്മൾ ഒന്നിച്ചിരുന്നു, നമ്മൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, രണ്ടുപേർ ഒന്നിച്ചിരുന്നിട്ട് പരസ്പരം സന്തോഷമുണ്ടായതിൻ്റെ അളവ് ലക്ഷ്യം വെച്ച അത്രയല്ലെങ്കിൽ അതിന് സോറി പറയണം. ഒരു ഭാര്യയും ഭർത്താവോ, ഉമ്മയും മകനും, അല്ലെങ്കിൽ ജ്യേഷ്ഠത്തെയും അനുജത്തെയും, നിങ്ങൾ ഒന്നിച്ച് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ പറ്റിയില്ല. നിങ്ങളെ മകന്, മകൾക്ക്, ഭർത്താവിന് അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി, അനുജത്തിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റിയില്ല. എന്നാൽ അതിന് സോറി പറയുന്നതാണ് ഗ്രാൻഡ്, നല്ല മൂല്യമുള്ള ജീവിതം. അതാണ് ജീവിതം. ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പാരന്റിങ് വിൽ ബി സക്സസ്ഫുൾ. എപ്പോഴും പെട്ടെന്ന് വിജയകരമാണ്. ഇവിടെ നിന്നാണ് പാരന്റിങ് തുടങ്ങേണ്ടത്. ഇവിടെയാണ്. അഥവാ നന്ദി പ്രകടിപ്പിക്കുന്ന, സന്തോഷം ജീവിതത്തിൽ എപ്പോഴും എനിക്ക് അർഹമാണ് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ജീവിതം. എന്തുകൊണ്ട് വിശേഷം? ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു അടുത്ത എണ്ണ തീർന്ന് അടുത്ത പെട്രോൾ പമ്പ് അന്വേഷിക്കുന്ന വണ്ടിയുടെ മട്ടാകരുത് എന്ത്? ഒരു അൽഹംദുലില്ല പറയുന്നിടത്ത്. അൽഹംദുലില്ല എങ്ങനെ വേണം? നിറഞ്ഞു നിൽക്കണം. ഇതാണ് ലൈഫെങ്കിൽ നിങ്ങൾക്ക് മക്കളിൽ ഇടപെടാൻ, എവിടെ ഇടപെടാനും വളരെ എളുപ്പമാണ്. ഒന്നുകൂടി പറയാം. സാധാരണ ഇത് 4, 5, 6, 7 മേലോട്ടുള്ള ക്ലാസ്സുകളാകുമ്പോൾ കുറച്ചുകൂടി മുതിർന്നവരെ പരിഗണിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നേരത്തെയുള്ള പാർട്ട് കുറഞ്ഞ ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾ പറ്റുന്നവർ, ആവശ്യമുള്ളവർ ആ മേഖലയും കൂടി കേൾക്കാൻ ശ്രമിക്കണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടാൻ. ഈ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 25 ചാപ്റ്ററുകളിലായി, 25 ടോപ്പിക്കുകളിലായി, 25 അരമണിക്കൂർ ദൈർഘ്യമുള്ള റെക്കോർഡിങ്ങുകൾ, അതുപോലെ 25 PDF ഉൾക്കൊള്ളുന്ന ഒരു പാരന്റിങ് കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ ഇന്ന് ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റ്, ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായും ശ്രദ്ധ ഊന്നിയത്. അതേസമയത്ത് ഓരോന്നും വേറെ വേറെ ടോപ്പിക്കുകളായി മിനിമം അരമണിക്കൂറുള്ള, അഥവാ ഇപ്പോൾ ഒരു ടീച്ചറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വരെ ഉപകാരപ്പെടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത ഒരു കോഴ്സുണ്ട്. ആവശ്യക്കാർക്ക് അത് ഉപയോഗപ്പെടുത്താം. ഇതിൽ നിങ്ങൾക്ക് പിന്നെ ആവശ്യമാണെങ്കിൽ അതിൻ്റെ നമ്പർ ഇതിൽ പ്രദർശിപ്പിക്കുക. ആവശ്യക്കാർക്ക് ആ നമ്പർ നോട്ട് ചെയ്യാം. ആ നമ്പർ നോട്ട് ചെയ്തിട്ട് അതിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൽ അയച്ചു തരും. അതായത് അരമണിക്കൂർ ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ, 25 ക്ലാസ്സുകൾ. അതുപോലെ അതിൻ്റെ മാറ്റർ ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയ മാറ്റർ PDF ആയിട്ട് അതും അതിൻ്റെ കൂടെ തരും. ക്ലാസ് എടുക്കുന്നവർക്കൊക്കെ ഉപയോഗപ്പെടുത്താം. രക്ഷിതാക്കൾക്കും അത് ഒഴിവുള്ള സമയത്തൊക്കെ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ലൈഫിൽ ഉപകാരപ്പെടും. പാരന്റിങ്ങിൽ അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുതിർന്ന വിദ്യാർത്ഥികളാണ്. അഥവാ 4ാം ക്ലാസ് ആകുമ്പോൾ 9, 10 പ്രായം ഉണ്ടാകും. ഇതിന് മേലോട്ട് 9 വയസ്സ്, 8 വയസ്സ് മേലോട്ട് പോകുന്ന സമയത്ത് കുട്ടികളിൽ മാറ്റം വരുന്ന സമയമാണ്.
മാറ്റം വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇതിന് അഡോളസൻസ് എന്നാണ് പറയുക. കൗമാരം. കൗമാരക്കാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പോലും എല്ലാവരും പറയാ എന്താ? കൗമാരക്കാരുടെ പ്രശ്നങ്ങളാണ് എല്ലാവരും പറയാ. പ്രശ്നങ്ങളാണ് പറയാ. കൗമാരം എന്ന പ്രായം വളരെ നല്ലതാണോ മോശമാണോ? പ്രശ്നമുള്ളതാണോ അതല്ല തീരെ പ്രശ്നമില്ലാത്തതാണോ? പ്രശ്നമുള്ളതാണ്. ഇത് തിരുത്തിയാൽ എല്ലാ പ്രശ്നവും തീരും. പ്രായം ഏതാണ് നല്ലത്? ഞാൻ ചോദിക്കുകയാണ്, വെറുതെ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഏത് പ്രായമാണ് നല്ലത്? കുട്ടികളുടെ കുട്ടിപ്രായമാണോ നല്ലത്? യുവത്വമാണോ നല്ലത്? വാർദ്ധക്യമാണോ നല്ലത്? ഏതാ നല്ലത്? നമ്മൾ ചിലർ പറയും കുട്ടികളുടേതാണെന്ന്. എന്നാൽ എല്ലാ പ്രായവുമാണ് നല്ലത്. കുട്ടിപ്രായത്തിൽ കുട്ടിത്വമാണ് അവിടുത്തെ നല്ല പ്രായം. യുവത്വത്തിൽ യുവത്വമാണ് നല്ല പ്രായം. വാർദ്ധക്യത്തിൽ വാർദ്ധക്യമാണ് നല്ല പ്രായം. നിങ്ങൾ ഖുർആനിന്റെ അവതരണം ശ്രദ്ധിച്ചു നോക്ക്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു. ഖുതിലൽ ഇൻസാനു എന്ന് പദം പ്രയോഗിക്കുന്നത് എവിടെയാണെന്നറിയോ? കുത്തില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു എന്ന്. കുത്തിലൽ ഇൻസാൻ, മനുഷ്യൻ കൊല്ലപ്പെട്ടു എന്നാണ് വാക്കിന്റെ അർത്ഥം. പക്ഷെ അത് ഫ്രൈസാണ്. എന്താ ഫ്രൈസ് എന്നറിയോ? ഇത് എന്താ ഇവന്റെ കഥ എന്ന് ചോദിക്കൂലേ? അതാണ് കുത്തിലൽ ഇൻസാൻ. എന്താ അങ്ങനെ ചോദിക്കാൻ? മാഗ്ഫറഹു എന്ന പ്രയോഗം ഒരു അത്ഭുതം, തഅജ്ജുബിന്റെ സുയ എന്നാ പറയാ. അത്ഭുതം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് മാ ഫഅലഹു, മാ അക്ഫറഹു. എങ്ങനെയാ മനുഷ്യനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നത്? എങ്ങനെയാ മനുഷ്യനൊരു ഹംദ് പറയാതെ ജീവിക്കാൻ പറ്റുന്നത്? ഇതാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. ഇപ്പൊ എന്തിനാ മനുഷ്യൻ നന്ദി പറയേണ്ടത്? ഖുർആൻ ഉത്തരം പറയാണ്, മിൻ അയ്യി ശൈഇൻ ഖലഖഹു. ഏതൊരു വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഈ ചോദ്യം നിങ്ങൾ ആൻസർ പറയണമെന്നല്ല, മറിച്ച് നമ്മൾ പറയാണ് സ്കൂളിനെ പറ്റി നല്ല അഭിപ്രായം, അടിപൊളി, എല്ലാം ഗംഭീരം. അപ്പം നമ്മൾ എന്തൊരു നല്ലത്, എന്തോ ആ സ്കൂളിൻ്റെ വിശേഷങ്ങൾ, ഇതിൻ്റെ അർത്ഥങ്ങൾ എന്തോ പറയണമെന്നാ? അല്ല. മിൻ അയ്യി ശൈഇൻ ഖലഖഹു. ഏതൊരു വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അപ്പോൾ മനുഷ്യൻ നന്ദി പറയേണ്ട പോയിന്റുകളാണ് ഖുർആൻ എണ്ണുന്നത്. മിൻ അയ്യി ശൈഇൻ ഖലഖഹു. എന്നിട്ട് ആൻസറും പറയാം. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. മിൻ നുത്ഫത്തിൻ. നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ ഒരു തവണ പുറപ്പെടുന്ന ശുക്ലത്തിൽ, മനിയിൽ 50 കോടി ബീജമുണ്ട്. തെറ്റിപ്പറഞ്ഞതല്ല, ശരിക്കും 50 കോടി ബീജമുണ്ട്. അതിലെ ഒരു നുത്ഫത്ത്, ഒന്ന് മതി ഒരു മനുഷ്യനുണ്ടാകാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തലമുടി എടുത്തിട്ട് അതിൻ്റെ വീതി, ആ വീതിയെ നിങ്ങൾ 600 ഭാഗിച്ചു. എന്നാൽ അതിൽ ഒന്ന് എത്ര ചെറുതാ? അത്രയും ചെറുതാണ് ഒരു നുത്ഫത്ത്. ഈ ഒരു നുത്ഫത്ത് മതി ഒരു മനുഷ്യന്റെ നിർമ്മാണത്തിൽ. ഇതാണ് മിൻ നുത്ഫത്തിൻ ഖലഖഹു. സൃഷ്ടിച്ചു എന്ന് പറയാതെ നിർത്താതെ ഫഖദ്ദറഹു. എന്നിട്ട് എന്തുണ്ടാക്കിയെന്നറിയോ? മനുഷ്യനിൽ അവിടെ ഒരു തഖ്ദീർ, ഡിസൈനിങ്. എന്താണ് ഈ ഡിസൈനിങ്? ഒരു കോശം, ഈ ഒരു കോശം എന്ന് പറയുന്നത് 23 ജോഡി 46 ക്രോമസോമുകൾ, അതിൻ്റെ എൻസൈമുകളോടുകൂടെ സെറ്റ് ചെയ്തതാണ് ഒരു കോശം. ഈ ഒരു കോശത്തിൽ ഈ ബീജത്തിൻ്റെ ഉടമയായ മനുഷ്യൻ, അയാളുടെ 4 തലമുറ, ഉമ്മ, വല്യുമ്മ, അവരുമ്മ, ഉപ്പ, വലിയുപ്പ, അവരുപ്പ, അവരെയുപ്പ, ഇവരിൽ ഉള്ള ഈ സവിശേഷതകളെല്ലാം ഇവിടെയുണ്ട്. നിറം, അതുപോലെ ഷെയ്പ്പ്, വലുപ്പം, അവർ കുള്ളനാണോ, നീളമുള്ള ആളാണോ, തടിയുള്ള ആളാണോ, അങ്ങനെ തുടങ്ങി ഈ 4 തലമുറയിലെ ഇതെല്ലാം എന്തിലുണ്ട്? ഈ ഒന്നിലുണ്ട്. ഇതാണ് ഫഖദ്ദറഹു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഖുർആൻ എന്ത് പറഞ്ഞത്? മനുഷ്യൻ മാഗ്ഫറഹു. എങ്ങനെയാണ് മനുഷ്യന് ഒരു ഹംദ് പറയാതിരിക്കാൻ പറ്റുന്നത്?
അപ്പോൾ അത്രയേറെ ഗ്രാറ്റിറ്റ്യൂഡ് ഫുൾ ആയിരിക്കണം, ഹംദ് നിറഞ്ഞതായിരിക്കണം ലൈഫ്.